ഹലോ ഫ്രണ്ട്സ്, അർബൻ ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് തമിഴ്നാട്ടിലുള്ള കമ്പത്തെ മുന്തിരിത്തോപ്പ് കാണുന്നതിന് വേണ്ടിയാണ്. മുന്തിരിത്തോപ്പ് കാണാൻ പോകുന്നതിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിൽ നിന്നും കമ്പംമേട്ട് വഴി കമ്പത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അത്യാവശ്യം വളരെ വീതി കുറഞ്ഞ ഒരു ഹൈവേ ആണിത്. ഏകദേശം 18 ഹെയർ പിന്നുകൾ കഴിഞ്ഞ് വേണം നമുക്ക് താഴെ കമ്പത്തേക്ക് എത്തുന്നതിന്. വളരെ തിരക്ക് കുറഞ്ഞ ഒരു റോഡായതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകാവുന്നതാണ്. ചരക്ക് വാഹനങ്ങൾ സാധാരണയായി വരുന്നത് കമ്പം ഭാഗത്തു നിന്ന് വരുമ്പോൾ കുമുളി വഴിയുള്ള ചുരം കയറിയാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ തിരക്ക് വളരെ കുറവാണ്. കമ്പംമേട്ടിൽ നിന്നും 18 ഹെയർ പിന്നിൽ ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിവിശാലമായ പാടശേഖരങ്ങൾ കാണാൻ പറ്റും. അധിക സ്ഥലത്തും കൃഷി ചെയ്തിരിക്കുന്നത് ചോളവും അങ്ങനെയുള്ള മറ്റുള്ള ധാന്യങ്ങളുമാണ്. കുറച്ച് സമയത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ മെയിൻ ഹൈവേയിലെത്തി. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞു വേണം നമുക്ക് കമ്പത്തേക്ക് പോകുന്നതിന് വേണ്ടി. വലത്തേക്ക് തിരിഞ്ഞുള്ള ഹൈവേ നേരെ പോകുന്നത് കുമളിയിലേക്കാണ്. ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് മുന്തിരിത്തോപ്പുകൾ കാണുന്നത്. റോഡിൻ്റെ ഇരു സൈഡും മുന്തിരിത്തോപ്പുകൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും. കമ്പത്തുള്ള വലിയ മുന്തിരിത്തോട്ടങ്ങളിൽ ഒന്നാണ് ജെനിസ് ഗ്രേപ്പ് ഫാം. ഇവിടെയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന അധികം ആളുകളും മുന്തിരിത്തോപ്പ് കാണുന്നതിന് വരുന്നത്. കയറുമ്പോൾ തന്നെ അവരുടെ ഹോട്ടലുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുന്തിരിത്തോപ്പ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് മുന്തിരി കൃഷി ചെയ്തിരിക്കുന്നത്. ഓൾ സീസണിലും ഇവിടെ മുന്തിരി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പല സൈഡിൽ കാണുന്ന മുന്തിരിപ്പാടങ്ങൾ അടുത്തതായിട്ട് കൃഷി ഇറക്കുന്നതിന് വേണ്ടി സജ്ജമാക്കി നിർത്തിയിരിക്കുന്നതാണ്. കയറുന്ന ആൾക്കാർ ഒരിക്കലും മുന്തിരി പറിക്കരുതെന്ന് ഇവർ തമിഴിലും മലയാളത്തിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ഈ മുന്തിരിത്തോപ്പിൽ ആളുകൾ വളരെ കുറവാണ്. മുന്തിരി കുറച്ച് അകത്തോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്നും ഒരു ബോക്സിലൊക്കെ മുന്തിരി വാങ്ങുന്നത് 200 രൂപയാണ് അവർ ഈടാക്കുന്നത്. മുന്തിരി ജ്യൂസായിട്ടും വൈൻ അങ്ങനെ മുന്തിരി വെച്ച പല ടൈപ്പ് ഐറ്റംസ് ഇവിടെ വിൽക്കുന്നത് കാണാൻ സാധിക്കും. മുന്തിരി കൊണ്ടുണ്ടാക്കിയ ജാമുകളും മറ്റും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. തോട്ടത്തിൽ നിന്നും പറിക്കുന്ന മുന്തിരികൾ അവർ അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടാണ് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ചീത്തയായ മുന്തിരികൾ വളരെ കുറവാണ്. അത് നല്ല മുന്തിരികൾ മാത്രമാണ് ഇവർ പാക്കിങ്ങിന് വേണ്ടി എടുത്തു വെക്കുന്നത്.
റോഡിൻ്റെ ഇരു സൈഡും മുന്തിരിത്തോപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മുന്തിരിത്തോപ്പിലേക്കാണ്. നമ്മൾ ആദ്യം കണ്ട മുന്തിരിത്തോട്ടത്തിനേക്കാളും ഭയങ്കര വലിയൊരു തോട്ടമാണ് ഇപ്പുറത്തുള്ളത്. MSR ഗ്രേപ്സ് ആണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇഷ്ടംപോലെ മുന്തിരികൾ വിളഞ്ഞ പാകമായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുന്തിരികൾ അധികമായിട്ടുള്ളത് ഈ മുന്തിരിത്തോപ്പിൽ തന്നെയാണ്. ഈ മുന്തിരിത്തോപ്പിൻ്റെ എൻട്രൻസ് കൗണ്ടറിൽ തന്നെ മുന്തിരികൾ വാങ്ങുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. മുന്തിരി തൈയും ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. മുന്തിരി കൊണ്ടുണ്ടാക്കിയ പലതരം സ്ക്വാഷുകളും ജാമുകളും ഇവിടെ നിന്നും ഈ ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് വാങ്ങുവാൻ സാധിക്കും. അർബൻ ട്രാവലിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.